ഇല്ലാന്ന് ഇല്ല. ആ ഒട്ടും മണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന റോസ് ഇല്ലേ, അതേപോലെ ഒരു ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ഷനാസ് വെൽ. അപ്പം നമ്മൾ കുറച്ചൊരു ദിവസങ്ങൾക്ക് ശേഷം ചെറിയൊരു വ്ളോഗും കാര്യങ്ങളും തുടങ്ങിയാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഇന്ന് ഷാനൻ്റെ സ്കൂളിൽ കലോത്സവമാണ് കേട്ടോ. അപ്പം എന്നോട് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഒരു പഠനോത്സവത്തിൽ എന്തോ ചെറിയ ഡാൻസ് കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മാപ്പിളപ്പാട്ട് എന്താ പറയുക കാണാതെയൊക്കെ പഠിച്ച് പാടാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ കയറാൻ ആൾക്ക് വലിയ ടെൻഷനും കാര്യങ്ങളില്ല. പക്ഷെ ആ ഒരു പാട്ടിൻ്റെ ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ നിന്നൊക്കെ ആൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നോട് പോകാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവരുടെ പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷാനാൻ്റെ പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നും നമുക്കറിയില്ലല്ലോ. ന്യൂസിനെ വെച്ച് ഒരുപാട് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മാക്സിമം പോകാനായിട്ട് നോക്കും. അവൾ നിർബന്ധിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ ക്ലാസ് ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും പാടുകയെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോസൊക്കെ എടുത്ത് അയച്ചു തരാനായിട്ട് പറയണം എന്നാണ് വിചാരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് വഴിയെ കാണാം. എന്താ ചിരിക്കുന്നു? എന്താ സ്കൂളിൽ പാടണ്ടേ? കിട്ടൂലേ? രക്ഷിതാക്കൾക്കൊന്നും ക്ഷണം കാണാനില്ല കേട്ടോ. ഇനിയിപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ടീച്ചറോട് പറയാം നിൻ്റെ വീഡിയോ എടുക്കാൻ. അത് മതിയില്ലേ? ഞാൻ വരണമെന്നില്ലല്ലോ. ഇനി എപ്പോഴിടാൻ? ഇതുവരെ ഇട്ടിട്ടില്ലേ? ഇനിയിപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ തുടങ്ങിയാൽ പിന്നെ ഇടുമോ? ഇപ്പം എന്നാൽ നമ്മുടെ റോസൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഷാനാക്കി ആ റോസ് പൂ എടുത്തിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. റോസ് പൂ മാത്രം ഞങ്ങൾ എന്ത് ചെയ്യും? സ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ ഓരോ റോസാപ്പൂ മാത്രം വരുന്ന ഞാൻ എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഒരു ദിവസം ഒരാൾ ഒരു തവണ വെക്കുക, അടുത്ത് വിരിയുമ്പോൾ അടുത്തത് അടുത്തയാൾ വെക്കുക. അങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് വിരിയണമെങ്കിൽ ഒപ്പം വെക്കുക. മഞ്ഞ പോയി കിടക്കുക. അല്ല, അത് കട്ട് ചെയ്ത് കൊടുത്താൽ ശരിയാവും. ഓക്കെ, ഇനി ചായ കുടിക്കാൻ സമയമില്ല. എന്താണ് അങ്ങനെ കുത്തുമ്പോൾ ഒരാഴ്ച എടുക്കും ഇത് വളർന്നു വരാൻ. ഒക്കെ സ്കൂളിലൊക്കെ പോണ സമയത്ത് ഇനി എത്ര സമയമുണ്ട്? കഴിക്കുക. ഷാനാക്കി സ്കൂളിലേക്ക് വെച്ച് പോകാനുള്ള റോസ് പൊട്ടിക്കുകയാണ് കേട്ടോ. ഒട്ടും മണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന റോസ് ഇല്ലേ, അതേപോലെ ഒരു പെട്ടെന്ന് കണ്ട പ്ലാസ്റ്റിക്കാണ് തോന്നിട്ടോ. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഷാന കലോത്സവത്തിന് പോകുന്നത് കേട്ടോ. ചെറിയൊരു സ്മെല്ല്, നല്ല ഭംഗിയില്ലേ കാണാൻ. കണ്ണാടി ചന്തം നോക്കുക മിന്നൂസ്. മിന്നൂസ് ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിരിക്കുകയാണല്ലേ. ഇവിടെ താത്ത എന്തൊക്കെയോ പരിപാടി ചെയ്യണ്ടല്ലോ. താത്ത വലിയ റോസാപ്പൂവൊക്കെ തലയിലും വെച്ച് എന്താവും എന്തോ മാപ്പിളപ്പാട്ടൊക്കെ. ഇപ്പം ഷാനക്ക് ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പുതിയ ടാഗൊക്കെ. ഓ, വെള്ളിയാഴ്ച അല്ലേ കിട്ടിയത് അല്ലേ? അപ്പോൾ താത്ത അവിടെ ഒരുങ്ങിക്കോട്ടെ. മിനുസ് വാ, ഇവിടെ വാ. കണ്ണാടി നോക്ക. ഒരു അവ്വാടിക്ക് അവ്വ. അവ 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 അവ. ഷഹാനാന്റെ പേര് തിരിഞ്ഞു പോയിട്ടുണ്ട് കഴിച്ചതിൻ്റെ. അപ്പോൾ ഷഹാന എന്നൊക്കെ എഴുതിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് പോയേക്കാണല്ലേ. ഇതാരുണ്ടാക്കി? ഹെയർ ബാൻഡ് എവിടെ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത്? ബാഗിൻ്റെ സിബ് അടച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നടക്കുന്നില്ലേ. ഓൾ ദി ബെസ്റ്റ്. കാണിക്കണ്ട, നീ പാടിയത് ഇതിൽ അപ്ലോഡ് ചെയ്യാലോ. ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറയാം ഞാൻ, അല്ലെങ്കിൽ ഞാൻ വരാൻ പറ്റുമോ നോക്കാം. പോയ പാട് തന്നെ പാട്ടൊക്കെ തുടങ്ങും തോന്നുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് തന്നെ പാട്ടായിരിക്കും അല്ലേ?
അപ്പൊ 10 മണിയാകുമ്പോഴേക്കും പാട്ടൊക്കെ തുടങ്ങൂലേ? എന്ത് ബുക്കില്ലല്ലോ? ഒന്ന് ബുക്കൊന്നും ഇല്ലല്ലോ. ഇനി പോണ്ടോ പാട്ട് കേൾക്കാൻ? ഇല്ലാന്ന്. ഇല്ല. ആ ഇല്ലേ? ഇല്ലാന്ന്. കണ്ടാ? ഇല്ല 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 ഇല്ലാട്ടാ. പോണില്ല. ഇതെന്താണ്, വരണോ? ക്ലാസ് ടീച്ചറാണെങ്കിൽ ഫോണും എടുത്തിട്ടില്ല പറയുന്നുണ്ട്. ഇനിയിപ്പോ അറബി ടീച്ചറിനെ വിളിച്ച് പറയാ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ. ഇതിപ്പോ എപ്പോഴാന്ന് അറിയില്ലല്ലോ. ഞാനിപ്പോ അവിടെ വന്നിട്ട് എത്ര നേരം നിക്കണം? 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ ഉണ്ടാവുക? നോക്കാം, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് വന്ന് നോക്കാം വല്ലതും നടക്കുമെന്ന്. ഓക്കെ. ഇന്ന് ഷാനാന്റെ നിർബന്ധ പ്രകാരം ഞാൻ സ്കൂളിൽ പോയിട്ടോ. കാരണം ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കലോത്സവമാണ്. അപ്പം സ്കൂളത്തെ കലോത്സവമല്ലേ, ഇതിലാണ് അവരെന്നെ സബ് ജില്ലയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പം ആനിവേഴ്സറി ആണെങ്കിൽ നമ്മുടെ പാരൻസിനും എല്ലാം എന്താ പറയുക ഉണ്ടാവും. കാരണം സ്റ്റേജും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇത് ഒരു കലോത്സവം വലിയ എന്താ പറയുക, അവിടെ ക്ലാസ്സിൽ പ്രോഗ്രാമിന് ഇല്ലാത്ത മക്കൾ പോലും വരാറില്ല. അപ്പോൾ ആ പ്രോഗ്രാമിന് മാത്രമുള്ള കുട്ടികൾ അല്ലെങ്കിൽ വേറെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് പാരൻസ് വരില്ല കേട്ടോ. 1-2 പാരൻസ് മാത്രമൊക്കെ തന്നെ കാണാറുള്ളൂ. അതൊക്കെ വിചാരിച്ച് പറഞ്ഞതാണ്. പക്ഷെ ആളുടെ വിചാരം ആനിവേഴ്സറിന്റെ ആ ഒരു സെറ്റപ്പ് എന്നുള്ളൊരു മൈൻഡിൽ ഇന്ന് എന്നെ പോകുമ്പോൾ തന്നെ നിർബന്ധിച്ച കാരണം ഞാനൊരു 10-10:30 ആകുമ്പോൾ പോയി. അവിടെ പോയിട്ട് ഞാനങ്ങ് പോസ്റ്റായി. ഞാനും പിന്നെ ഏതോ ഒരു 2 രക്ഷിതാക്കളും തന്നെ അവിടെ ഉള്ളൂ കേട്ടോ. കുറേ നേരം ഇരുന്ന് ഒരു 11:30 വരെ കാത്തിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അവർക്കൊരു പെൻസിൽ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്ക് എന്താ പറയാ, ആ ചെറിയൊരു ഇടവേള ഉണ്ടാവുമല്ലോ, 11 മണിക്കൊരു ബെല്ല് ഉണ്ടാവുമല്ലോ, ടോയ്ലറ്റിൽ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ലഞ്ച് ബ്രേക്ക്, ആ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന പോലെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഏകദേശം കുറേ സമയമായി. പിന്നെ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ മിന്നൂസ് ഇവിടെ ആകെ സീനാവും. പിന്നെ 1, 2, 3 ക്ലാസ് കഴിഞ്ഞിട്ടാണ് 4th സ്റ്റാൻഡേർഡിന്റെ പ്രോഗ്രാം ഒക്കെ ഉള്ളു. അപ്പൊ പിന്നെ ആൾക്ക് ഇനി സങ്കടം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവളുടെ മാമിനാണെങ്കിൽ ഇന്ന് ഫോൺ എടുക്കാൻ മറന്ന കാരണം അതും രക്ഷയില്ല. എന്നിട്ട് 2nd സ്റ്റാൻഡേർഡിൽ അവളെ പഠിപ്പിച്ചിരുന്ന മാമിനോട് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കണം, അവൾക്ക് അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എന്നെ ഇവിടെ കാണണം, വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് പോവാൻ പറഞ്ഞത്. അപ്പൊ അതിന് സാധിക്കില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ മാമിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് അവളെ വീഡിയോ എടുക്കണം. ഇപ്പൊ ഇൻഷാല്ല എടുത്തിട്ട് ഇനി മാം അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോന്റെ കൂടെ ഉൾപ്പെടുത്താട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ആള് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് കേട്ടോ, സ്റ്റേജിൽ പെർഫോം ചെയ്യുക. കാരണം പഠനോത്സവം പറഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ട് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്നത്. അതേപോലെ ഒരു 1-ാം ക്ലാസ്സിലെ 2-ാം ക്ലാസ്സിലെ ഇതുപോലെ കലോത്സവത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒരു 4 വരി പദ്യം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വരികളൊക്കെ കാണാതെ അവള് പഠിക്കുക. പിന്നെ 4th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ആൾ ഒന്നും കൂടെ വലുതായല്ലോ. അപ്പൊ അത് ആദ്യമായിട്ടാണ്, എന്താണെന്ന് അറിയില്ല. നമുക്ക് വീഡിയോ അയച്ചാലാണ് ഇനി ആ ഒരു കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പൊ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ കൂടെ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നീ
അപ്പം ഇന്നലെ ഷാനേൻ്റെ സ്കൂളിലെ കലോത്സവവും പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഷാനയ്ക്ക് നന്നായി പാടിയത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ചെയ്യണമല്ലോ. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മറന്നു പോകുന്നല്ല, ഇടയ്ക്കൊന്ന് സ്റ്റക്കായി പിന്നെ പാടും അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എന്തായാലും ഫുള്ള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ രാവിലെ മദ്രസയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ചത്? ആദ്യം നല്ല ക്ലേ കുറേ ദിവസമായിട്ടോ പറയുന്നത്, അല്ലാണ്ട് ഇപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയില്ല. അപ്പോൾ ആവശ്യമുള്ള സാധനമല്ലേ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 2-3 ദിവസമായിട്ട് ക്ലേ ഒക്കെ ഇങ്ങനെ വേണം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റിൽ ഇതാ ക്ലേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിച്ച് വാങ്ങിച്ച മെയിൻ സാധനം ഇത് തന്നെയാണ് കേട്ടോ. വേണ്ട, നല്ലൊരു എന്താ പറയുക, കാണില്ലേ, അടിപൊളി ചെയിനാണ് കേട്ടോ. ഇതെന്താ വേർത്ത് നിൽക്കാത്ത? ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക, രണ്ടും ഒരുമിച്ചാണ് നിൽക്കണം. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ മാല, അപ്പോൾ ഇതിൻ്റെ റോസ് ഗോൾഡിൻ്റെ എന്താ പറയുക റിങ് ഒക്കെ ഷാൻ ഇടാറുണ്ട് കേട്ടോ. കളറ് പോവായില്ല കേട്ടോ, നമ്മൾ റഫ്യൂസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ചെയിനിൻ്റെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു ചെയിന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കഴുത്തിലിടുമ്പോൾ നമുക്ക്. ഇതിൻ്റെ ലോക്കറ്റ് കണ്ടോ, സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചെയിനൊക്കെ നല്ല സിമ്പിളായിട്ടുള്ളതാണ്, വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. പിന്നെ അതെങ്ങനെ താഴെ അയ്യോ ആ ലോക്ക് ഓക്കെ, താഴെ ഇതുപോലൊരു 3 ഹാങ്ങിങ് പോലെ ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഞാൻ ഷാനാക്കി നന്നായിട്ട് പാട്ട് പാടിയതിന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.